വിവാദ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രി സാധ്വി നിരഞ്ജന ജ്യോതിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. വിഷയത്തിൽ മന്ത്രിയുടെ രാജിക്ക് പ്രസക്തിയില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു സഭയിൽ വ്യക്തമാക്കി. അതിനിടെ ക്യാൻസറിനെതിരെ ലോക്സഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഇന്നസെന്റ് ശ്രദ്ധ നേടി. ഇരുസഭകളും സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ സാധ്വി നിരഞ്ജന ജ്യോതിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു. രാജ്യസഭയാണ് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷിയായത്. നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി. 4 തവണ ഉപാധ്യക്ഷൻ PJ കുര്യൻ സഭാ നടപടികൾ നിർത്തിവെച്ചു. ലോക്സഭയിൽ സാധ്വി നിരഞ്ജന ജ്യോതിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പതിവില്ലാതെ സഭയിലെത്തിയ മോദി സഭയിൽ നിന്ന് മടങ്ങണമെന്ന മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭയിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് പ്രസ്താവന നടത്തിയ സുഷമ സ്വരാജ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മോദി രാജ്യത്തിന്റെ യശസ് ഉയർത്തിയത് ബോധപൂർവം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. മോദി നടത്തിയ സന്ദർശനങ്ങളും അതുവഴിയുണ്ടായ നേട്ടങ്ങളും അക്കമിട്ട് വിവരിച്ചായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ മറുപടി. विकास के हमारे लक्ष्य को हासिल करने के लिए एक सुरक्षित और स्थायी वातावरण बनाने में मदद मिली है. ദിൽഷാദ് ഗാർഡനിൽ പള്ളി കത്തിച്ച വിഷയത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയെ രേഖാമൂലം അറിയിച്ചു. ക്യാൻസറിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് മലയാളത്തിൽ സംസാരിച്ച് ലോക്സഭയുടെ ശ്രദ്ധയാകർഷിച്ചു. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി വന്നാൽ ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ ഉണ്ടാക്കി ക്യാൻസർ ആർക്കൊക്കെ നമ്മുടെ ആളുകൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കണം. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപ് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ കവാടത്തിൽ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പ്രതിഷേധമുയർത്തി. ആർ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.